ജാൻമണി, എന്തോ ഈ പാതിരാത്രി ഈ സമയത്ത് എവിടെ പോണം? ഞാൻ ബേക്കറി സാജാക്കന് വേണ്ടി പോവാ. എവിടാ? ബേക്കറി സാജിതാ വേണ്ടി പോവാ. ഈ രാത്രി ബാറ്ററി ചാർജ് ചെയ്യാൻ പോണോ? അതെ. എവിടെ പോന്ന്? ബേക്കറി സാജിതാ വേണ്ടി. രാത്രി 10 മണിക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പോണം. പിന്നെന്താ, ഞാൻ ബേക്കറിയിലെ സാജ് കേട്ടാൻ പറ്റില്ലേ? ജാൻമണി, എന്തോ രാത്രിയാണ്, ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റൂല. ജാൻമണി പോണ്ട. എനിക്ക് ബേക്കറി സാജ് കേട്ടാൻ വേണ്ടി പോണം. ജാൻമണി പോണ്ട. പോണം. പോണ്ടെന്ന്. എനിക്ക് പോണം. ജാൻമണി പോവരുത്. എനിക്ക് പോണം. എനിക്ക് പോണം. എനിക്ക് പോണം. എനിക്ക് ബേക്കറി സാജ് കേട്ടാമേ പറ്റില്ല. എനിക്ക് ബേക്കറി സാജിതാമേ പോണം. ജാൻമണി, ജാൻമണി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആ ബാറ്ററി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ബേക്കറി ആ രണ്ട് സൈഡ് 2 ബാറ്ററി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എവിടെയാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ബാറ്ററി ഇരിപ്പുണ്ട്. അമ്മക്കേ, നമ്മൾ വിചാരിച്ചാലേ ബാറ്ററി ചാർജ് കയറുള്ളൂ. പിന്നെ എന്താ? പിന്നെ ഞാൻ ബേക്കറിയിലെ സാജ് കേട്ടാൻ പറ്റില്ലേ? നിങ്ങൾ ഈ സ്കിറ്റ് കാണുന്ന സമയത്ത് ഞാൻ ഡോക്ടർ സണ്ണി ഒന്ന് ഘടിപ്പിച്ചിട്ട് വരാം. ഏതാ ഡോക്ടർ സണ്ണി? ഇവിടെ ഉണ്ട്. നമുക്ക് ഇത്തിരി കറണ്ട് പഠിച്ച് എനിക്ക് ഇഞ്ചക്ഷനിലെ പേജ്. ഇഞ്ചക്ഷൻ ചെയ്യൂല, പക്ഷെ കൂട്ടി കൊടുക്കും. ഇഞ്ചക്ഷന് കൂട്ടും. ഇഞ്ചക്ഷൻ ഇല്ല, നമുക്ക് കറണ്ട് അടിച്ചാൽ മതി, മാറിക്കോളൂ. കറണ്ട് അടിച്ച് 2 ഗുളിക കഴിച്ചാൽ മാറുന്നുള്ള കേസേ ഉള്ളൂ. ചാർജ് ആവശ്യമുള്ളൂ. ഞാൻ കൊണ്ട് എടാ, നിന്നെ ഹാപ്പി ചെയ്യണേ. വേണ്ട, ഒന്ന് നോക്കിവാണേ, എണീറ്റ് പോവാതെ. അപ്പം ഏകദേശം ജാൻമണി ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. ഡോക്ടർ സണ്ണിയും പിള്ളേരും ഇപ്പൊ ഇവിടെ വരും. ചിരിക്കാൻ റെഡി ആയിക്കോ. നമ്മുടെ സ്വന്തം പിള്ളേരാണ്. ബാറ്ററി ഓക്കെ അല്ലേ? തല തെറിച്ചു പോവോ? അയ്യോ, ഇത്ര നേരം ഈ പോക്കറ്റിലുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ പോയി കാണുമായിരുന്നു. എന്നാ നമുക്ക് ചായക്കടയിൽ പോയി തപ്പാം. അയ്യോ, കളിയാക്കിയതാന്ന് മനസ്സിലാത്ത ഇങ്ങോട്ട് ഒരു മണ്ട. ഒരു ചെണ്ട ഉണ്ടെന്നെങ്കിൽ ഇവന്റെ കൈ കൊടുത്തിട്ട് ചണ്ട കൊട്ടുന്ന കുരങ്ങനാന്ന് പറഞ്ഞ് വെക്കായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. കയ്യും കാലും തളരുമ്പോ തന്നെ നിർത്തിക്കും. കണ്ടുപിടിച്ചേരണം. എന്റെ തബല ഒന്ന് നിർത്ത്. സുരേഷ് ഗോപി ഒന്നും നോക്കത്തില്ല. എന്റെ ദേഹത്തോട്ട് ഒരു അടി അങ്ങോട്ട് വെച്ച് തരും. രാമനാഥനാണല്ലേ? ഭാഗ്യം, ക്യാരക്ടർ രജിസ്റ്റർ ആയല്ലോ. ഇനി ഞാൻ പിടിച്ചോളാം. അല്ല, ഇതൊക്കെ ചോദിക്കാം, നിങ്ങളാരാ? എനിക്ക് 10 തലയുണ്ട്. ഒരു തലയിലെ ഡയലോഗ് പോലും ഇവൻ ഓർമ്മിച്ചേക്കാൻ പറ്റില്ല. 10 തല. മോഹൻലാലല്ലേ? എന്നെ എന്തിനാ കളിയാക്കിയത്? എന്നെ കുറിച്ച് പറഞ്ഞു കോട്. ഇത് ബ്രോക്കർ സണ്ണി. ബ്രോക്കർ സണ്ണിയോ? നിന്റെ കല്യാണം നടത്തിയതെന്നാ ഞാനാണോടാ? ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ എന്നെയും കൂടി ഇച്ചിരി ഞെട്ടിക്കോ. എനിക്ക് ഞെട്ടുന്ന ഇഷ്ടമാ. ഞെട്ടണോ? ഞെട്ടണം. തിരിയോ? ഞെട്ടിയോ? ഞെട്ടി. ഇനി അവനെ ഞെട്ടിപ്പിക്കാം. ഇവിടെ ഇടപ്പള്ളിയിലെ നാഗവല്ലി ഗംഗയാണ്. എടപ്പള്ളിയാ? അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ. മാടമ്പള്ളിയാണ്. മാടമ്പള്ളിയിലെ നാഗവല്ലി ഗംഗയാണ്. നകുലൻ ഉറങ്ങുന്നതും ഉണരുന്നതും കൃത്യമായിട്ട് ഗംഗയ്ക്ക് അറിയാം. അപ്പൊ അത് ഗംഗയല്ല, അലാറം ക്ലോക്ക്. പറയുന്നത് എന്റെ ഗംഗ നാഗവല്ലിയാണെന്നാണ്.
3 മിനിറ്റ് ആയി തൊണ്ട പൊട്ടി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പഴാ കണ്ടന്റ് കിട്ടിയത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് നിന്റെ ഗംഗയ്ക്ക് പനിയോ ജലദോഷം ഒന്നും വന്നാലല്ലോ. മുട്ടാൻ പ്ലീസ്, അവളെ നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിന്റെ ഗംഗയ്ക്ക് വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കാം. ഒരു പ്രാന്തനെ പോലെ കൂടെ ടാർച്ചും കൊണ്ട് ഞാൻ പറഞ്ഞോ ഒരു ധൈര്യത്തിന്. അയ്യോ വേണ്ടേ എന്റെ ദൈവമേ, ആദ്യം നാഗവല്ലി ഇപ്പി ഒരു പ്രാന്തൻ, ഇവർ ഈ കൊട്ടാരം നശിപ്പിക്കും. ശരിക്കും ഗംഗയ്ക്ക് എന്താ അസുഖം? ഞങ്ങൾ സൈക്കിട്രിസ്റ്റിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ തെറ്റിപ്പിച്ച് ലാഗ് അടുപ്പിക്കല്ലേ ഡോക്ടർ, അത് മതി. ആ ഭാഷയിൽ പറയുവാണെങ്കിൽ മോഹൻലാലിന്റെ ഫിഗർ ആണോ ചെയ്യുന്നത്, അല്ല തിക്കൂർച്ചിയുടെ ഫിഗർ ആണോ ചെയ്യുന്നത്? തൊട്ടുമുട്ടിത്തെന്ന് പറയാൻ ഒന്നെങ്കിൽ തെന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടി ഫിഷ് എന്ന് പറയും. മൾട്ടിഫിക്കേഷൻ ആണോ? അതങ്ങനെ അല്ലല്ല, മൾട്ടി വിക്സ്. ഇപ്പൊ എനിക്ക് കിട്ടി. നല്ല വിക്സ് ആണെങ്കിൽ എനിക്കും കൂടി തരണേ, എനിക്കും തലവേദനയുണ്ട്. നിനക്കുള്ള വിക്സ് നാഗവല്ലി വരും. നോക്കണ്ട, ഫസ്റ്റ് തെറ്റിച്ചപ്പോഴേ ഗ്രൂമറങ്ങൾ ഇറങ്ങി ഓടി. എങ്ങോട്ട് ഓടിയാലും ഡയറക്ടർ സാർ ഓടിച്ച് പിടിക്കുകയും ചെയ്യും, കൊടുക്കേണ്ടത് കൊടുക്കുകയും. നാഗവല്ലി എന്നെ ഇങ്ങോട്ടൊന്ന് ഡാൻസ് കളിക്കാൻ വിളിക്കോ, അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോണു. മിക്കവാറും നാഗവല്ലിക്ക് ബൊഫേ ആവും. നാഗവല്ലി വരേണ്ട ഇത്രക്കില്ല. ശരിക്കും നാഗവല്ലിന്നുള്ള പേര് മാറ്റിയേ ലാഗവല്ലി നാക്കണം. ചെലപ്പോ നാഗവല്ലി മേക്കപ്പ് റൂമിലായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? എടാ, പെണ്ണുങ്ങൾ മേക്കപ്പ് റൂമിൽ കയറിയ പെട്ടെന്ന് വന്നിട്ടുള്ള ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? അല്ല ശ്വേത ചേച്ചി. സണ്ണി എന്റെ ഗംഗ എവിടെ? ഇവരിതുവരെ വിട്ടില്ല. എന്നാ ഞാൻ പോയി പാടി വിളിച്ചോണ്ട് വരാം. ഡയലോഗ് മീറ്ററി പറയാത്ത ഇവനാണ് പാടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നകുല? ഇനിയൊന്നും ചെയ്യാനില്ല. ആദ്യം നാഗവല്ലി ആയിരുന്നു നമ്മുടെ ശത്രു. ഈ സ്കിറ്റ് കഴിഞ്ഞപ്പോ ഇവരൊക്കെയാണ് നമ്മുടെ ശത്രു. ഇനി ഇവര് തീരുമാനിക്കട്ടെ അവർക്ക് വെട്ടാൻ നമ്മൾ ഏത് ഡമ്മിയെ വേണോന്ന്. നമുക്ക് ഇവിടെ മിണ്ടാതെ നിന്നോടുക്കാം. അതെ, ഇപ്പൊ പുതിയ കുറെ ആൾക്കാരെയൊക്കെ കണ്ടോ? അവർക്ക് സ്കിറ്റ് ഒക്കെ ഇഷ്ടമായെന്ന് ചോദിച്ചു അവരോട്. ഇഷ്ടായല്ലോ. താങ്ക് യു. എത്ര ദിവസം എടുത്തു നിങ്ങൾ ഇത് പഠിക്കാൻ? 3. ആഹാ, അപ്പൊ സൂപ്പർ. നല്ലൊരു കൈയടി കൊടുക്കണം അല്ലേ? ലക്കി കുട്ടി, നീ ഇങ്ങനെ വെള്ളം പോയാൽ പൊസിഷൻ എല്ലാം മാറി. ഇതാണ് ഒറ്റക്കിരിക്കുന്നതാണ്. ഞാൻ തനിച്ചാടാ. എന്തായാലും 3 പേരും 3 കുട്ടികളും നന്നായി സൂപ്പർവായി ചെയ്തു. നല്ല ടൈമിംഗ് ആയിരുന്നു. സുരേഷ് ഗോപിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇതല്ലേ? അത് അവിടെ ഭയങ്കര ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന്റെ സൈഡിൽ നിന്നുകൊണ്ട് സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇടുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആ സ്റ്റെപ്പ് ഒന്നാണ് കാണിക്കുന്നത്. ഗംഭീരായിരുന്നു. എന്റെ ഒരു കളരി ഞാൻ കൊണ്ടുവന്നത്. ഓ, ആദികേശിന്റെ വക കളരി കൊണ്ടുവന്നിരിക്കാണ് പെർഫോമൻസ്. ഓ, അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസിന് എത്രയാണ് ബാറ്ററി ചാർജ് ആയേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? മനസ്സിലായല്ലോ അല്ലേ? നോക്കണ്ടേ? പിന്നെ നോക്കണം. പിന്നെ ബാറ്ററി ചാർജ് ആവണ്ടേ? അടിപൊളി. എടാ 15, അതായത് 15,000 എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എമൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്നത്. അതുകൊണ്ട് ശ്വേത ചേച്ചി, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പിള്ളേര് പൈസ കൈകാര്യം ചെയ്യണ്ട. അതാണ്. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യൂല. അല്ല, ഞാൻ അവരുടെ
പേരൻസിന്റെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ പേരൻസിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. തരണേ. ആൻഡ് ഇതാ 15,000 rupees ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. നന്ദിയുണ്ട്. ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ വരുമ്പോ ഈ 15,000 നിന്നും ഇനിയും ഒരുപാട് പൈസ നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ. അതിനെന്താണ് വേണ്ടത്? പവർഫുൾ ആയിട്ടുള്ള തമാശകൾ വേണം. തമാശ. തമാശ.